ഇപ്പോൾ പാറ്റ എന്ന് പറയുന്ന ഒരു ജീവി വളരെ നിസ്സാരമായി നമുക്ക് തോന്നാം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗം പടർത്തുന്ന ഒരു ജീവിയാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് വീണ്ടും ക്ഷയരോഗം മടങ്ങി വന്നിട്ടുണ്ട്. സർക്കാർ വലിയ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ക്ഷയരോഗത്തെ പരിപൂർണമായി നാട്ടിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പരിശ്രമം ഇന്നും ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ നടക്കുമ്പോൾ ക്ഷയരോഗം വർദ്ധിച്ചു വരികയും അത് പകർത്തുന്നതിൽ പ്രധാന പങ്കാളിയാവുന്നത് പാറ്റയാണ്. അപ്പോൾ ഇത്തരം ജീവികളെ നശിപ്പിക്കുന്നതിന് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാലിന്യങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ നമ്മൾ പുലർത്തണം. ഓരോ വീട്ടിലെയും മാലിന്യങ്ങൾ അവിടെ തന്നെ ഏറ്റവും നല്ല നിലയിൽ സംസ്കരിക്കണം. പ്രത്യേകിച്ച് എന്തെങ്കിലും വീടുകളിൽ എന്തെങ്കിലും ചടങ്ങുകളോ കല്യാണങ്ങളോ പാർട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്നുകൂടുന്ന മാലിന്യങ്ങളെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും പുരയിടത്തിൽ കൊണ്ടുപോയി കുഴിയെടുത്ത് മൂടിയിടുക എന്ന ഒരു സംസ്കാരം നമ്മൾ വികസിപ്പിക്കുക. വലിച്ച് റോഡിലേക്ക് എറിയുക, അത് എടുത്തുകൊണ്ട് പോകേണ്ടത് പഞ്ചായത്തിൻ്റെ ചുമതലയാണെന്ന നിലയിൽ നിന്ന് മാറണം. ഈ ഒരു സന്ദേശം വിളിച്ചോതിക്കൊണ്ട് KSRTC കേരളത്തിലെമ്പാടും ശുചിത്വത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റം നടത്താൻ പോവുകയാണ്. അതിൻ്റെ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഡിസംബർ 1-ാം തീയതി KSRTC ജീവനക്കാരും പഞ്ചായത്തും ശുചിത്വ മിഷനും എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാ ബസ് സ്റ്റേഷനും 18 ബസ് സ്റ്റേഷനുകൾ സമ്പൂർണ്ണമായി ശുചീകരിക്കാൻ ശ്രമിച്ചു. അടുത്ത ഒരു 2-3 മാസമുള്ളിൽ മാർച്ച് 31-ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്ത ശുചിത്വ മിഷൻ്റെ പരിപാടി, അതായത് പഞ്ചായത്തുകളുടെ ത്രിതല പഞ്ചായത്തുകളുടെയും മാലിന്യമുക്ത കേരളം എന്ന പദ്ധതി, നവകേരളം എന്ന പദ്ധതി, ആ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി KSRTC ചെയ്യാവുന്നതെല്ലാം ചെയ്യുകയും മാർച്ച് 30-ന് മുമ്പ് കേരളത്തിലെ മുഴുവൻ 91 ബസ് സ്റ്റേഷനുകളും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിനുള്ള അശ്രാന്ത പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളിടത്തെല്ലാം അധിക ടോയ്ലറ്റുകൾ ഈ 2-3 മാസങ്ങളിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർമ്മിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഇന്നലെ ഞാൻ പത്തനംതിട്ടയിൽ ബസ് സ്റ്റാൻഡിൽ പോയിരുന്നു. അവിടെ കണ്ട ദയനീയമായ സ്ഥിതി അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടിയന്തരമായി അത് പരിഹരിക്കും. കാരണം അവിടുത്തെ മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. അവർ വളരെ ഇക്കാര്യത്തിൽ വളരെ ദുഃഖിതയാണ്. നമുക്കവിടെ വരുന്ന മലിനജലമോ മഴവെള്ളമോ പുറത്തേക്ക് തള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു രൂപകൽപ്പന അവിടെ സംഭവിച്ചിരുന്നു. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് അടിയന്തരമായി 1-2 മാസത്തിനുള്ളിൽ അതിനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പത്തനംതിട്ട ബസ് സ്റ്റേഷൻ ഏറ്റെടുത്തുകൊണ്ട് വെള്ളം പമ്പ് ചെയ്തെങ്കിലും അവിടുന്ന് പുറത്തു കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ? സോളാർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് പമ്പ് ചെയ്ത് പുറത്തു കൊണ്ടുപോകും. കാരണം അത്രയും പണം ഇലക്ട്രിസിറ്റി വേസ്റ്റാക്കിക്കൊണ്ട് വെള്ളം 24 മണിക്കൂറും പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ബസ്സിടുന്ന സ്ഥലങ്ങളും ബസ് സ്റ്റേഷനും ദ്രവിച്ച് നശിച്ച നിലയിലാണ്. അടിയന്തരമായി അത് മുഴുവൻ പരിഹരിക്കാൻ തീരുമാനിച്ചു. കാരണം ഈ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എല്ലായിടത്തും ഇത്തരം കാര്യങ്ങൾ. ടോയ്ലറ്റുകൾ ആവശ്യമുള്ളിടത്ത് ശുചിത്വമുള്ള നവീന ടോയ്ലറ്റ് സംരംഭങ്ങൾ ഞാൻ തന്നെ അതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. അത് KSRTC എഞ്ചിനീയർമാർ വരച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരിട്ട് തന്നെ പണിയാൻ പോവുകയാണ്. വളരെ ഒരു റെവല്യൂഷൻ, എങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയും എന്ന് കാണിക്കുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ KSRTCക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഈ പദ്ധതിയുടെ വിജയം നമുക്ക് ഉറപ്പാക്കണം. അതിലൂടെ ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. നിങ്ങൾ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. വെട്ടിക്കവല ചക്കുവരയ്ക്കൽ അടക്കമുള്ള ഭാഗങ്ങളിലെല്ലാം പൈപ്പ് ലൈനുകൾ വന്നു കഴിഞ്ഞു. ശുചീകരിച്ച വെള്ളം മഞ്ഞമങ്കാലയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ആ വെള്ളം ഉപയോഗിച്ച് മാത്രമേ പാചകം ചെയ്യാൻ പാടുള്ളൂ. ആ വെള്ളം ഉപയോഗിച്ച് മാത്രമേ ഭക്ഷണം പാകം ചെയ്യുകയും കുടിക്കുകയും ചെയ്യാൻ പാടുള്ളൂ. വളരെ നിർബന്ധമായി ഈ കണക്ഷൻ കിട്ടിയ എല്ലാ വീട്ടിലും തുണി അലക്കാനും പശുവിനെ കുളിപ്പിക്കാനും കാറ് കഴുകാനും എല്ലാം കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാം. പക്ഷെ കുടിക്കാനും പാചകം ചെയ്യാനും ഈ പൈപ്പിലെ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ അടുത്ത കാലത്ത് തലൂർ പഞ്ചായത്തിൽ ഒരു കൊച്ചുകുഞ്ഞിന് ഒരു മെനഞ്ചൈറ്റിസിൻ്റെ ഏറ്റവും കൂടിയ തരത്തിലുള്ള ഒരു അസുഖം വന്നു. മരണത്തോടടുത്ത ഈ കുഞ്ഞിനെ വളരെയധികം ശുഷ്കാന്തിയോടെ കേരളത്തിൻ്റെ മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അപകടകരമായ അസുഖം എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ അത് വെള്ളത്തിൽ നിന്നാണ് വരുന്നത്, കുളിക്കുന്ന വെള്ളം. അപ്പോൾ ഈ കുട്ടിയുടെ വീടിനടുത്ത് ഒരു അഴുക്ക് നിറഞ്ഞ കുളമുണ്ട്, അതിനടുത്തായി ഒരു തോടുണ്ട്. പിന്നീട് ഈ കുട്ടിയുടെ വീട്ടിൽ പുതുതായി വാട്ടർ കണക്ഷൻ വന്നപ്പോൾ ഒരു ഓസ് പിടിപ്പിച്ച് അതിലൊരു കുളി നടത്തി. അപ്പോൾ ഈ വെള്ളത്തിൽ കൂട്ടുകാർ അവനെ തള്ളിയിട്ടു. അവൻ തോട്ടിൽ പോയിട്ടുണ്ട്. അവൻ അതുപോലെ തന്നെ ഈ വീടിൻ്റെ മുറ്റത്ത് വന്ന പൈപ്പിൽ നിന്ന് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 വെള്ളവും സംശയത്തിൻ്റെ നിഴലിലാവുകയും ആരോഗ്യവകുപ്പിൻ്റെ സംസ്ഥാന ഘടകം DHS തന്നെ നേരിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. DMIയും കൂട്ടരും വന്ന് ഈ 3 സ്ഥലത്തെയും വെള്ളമെടുത്തു. ഈ കിണറ്റിലെ വെള്ളമെടുത്തു, ഈ കുളത്തിലെ വെള്ളമെടുത്തു, പിന്നെ അവരെ വീട്ടിലെ കിണർ, അങ്ങനെ 4 സ്ഥലങ്ങൾ പൈപ്പ്, ഈ 4 സാമ്പിളും എടുത്തിട്ട് ബാംഗ്ലൂരിലേക്ക് അയക്കുകയായിരുന്നു. അതിൽ ഈ കുഞ്ഞിന് അസുഖം വന്നത് ഈ കുളത്തിൽ നിന്നാണ്. ഈ കുളത്തിലേക്ക് കുഞ്ഞിനെ തള്ളിയിട്ടു, അവൻ്റെ മൂക്കിൽ വെള്ളം കയറി, അങ്ങനെ വന്നാണ്. രണ്ടാമത്തെ പരിശോധിച്ചപ്പോൾ തോട്ടിലെ വെള്ളത്തിലും മാലിന്യമുണ്ട്, കിണറ്റിലെ വെള്ളത്തിലും മാലിന്യമുണ്ട്. അഭിമാനത്തോടെ പറയട്ടെ, പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ പൈപ്പുകളൂടി വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ ഏറ്റവും ശുദ്ധിയുള്ള വെള്ളമാണെന്ന് ബാംഗ്ലൂരിലെ കേന്ദ്ര സർക്കാരിൻ്റെ ലാബ് സർട്ടിഫൈ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ എത്രയധികം നമ്മുടെ നിയോജകമണ്ഡലം ഇക്കാര്യത്തിൽ വികസന കാര്യത്തിൽ മുന്നോട്ട് പോയതല്ല. അത് കെട്ടിടങ്ങളും പാലങ്ങളും റോഡും മാത്രമൊന്നുമല്ല, കുടിക്കാൻ പൈപ്പിലൂടുന്ന എത്തുന്ന വെള്ളം അണുവിമുക്തവും ഏറ്റവും ശുദ്ധിയുള്ളതുമാണ്. അത് ആരോഗ്യത്തിന് വലിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം തന്നെ കുടിക്കണമെന്ന് ഞാൻ നിങ്ങളെ MLA എന്ന നിലയിൽ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. ആ വെള്ളമേ കുടിക്കാവൂ, ആ വെള്ളമേ
പാചകത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ത് പറഞ്ഞാലും അതിന് ഒരു വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. കാരണം രോഗങ്ങൾ കുറയ്ക്കുകയാണ്. രോഗം വന്നിട്ട് ചികിത്സയേക്കാൾ രോഗം കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ പ്രദേശങ്ങളിൽ പൈപ്പ് ലൈൻ വരികയും വീടുകളിലേക്ക് പൈപ്പ് കണക്ഷൻ കിട്ടുകയും ചെയ്തത്. നിർബന്ധമായി അമ്മമാരെല്ലാം ഇവിടെ കേൾക്കുന്നുണ്ട്, സഹോദരിമാർ കേൾക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ കാര്യസ്ഥന്മാർ, വീട്ടിലെ ഉടമസ്ഥന്മാരുണ്ട്, ഗൃഹനാഥന്മാരുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ ഈ മാധ്യമങ്ങളിലൂടെ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കുക, പത്തനാപുരം നിയമമണ്ഡലത്തിൽ പൈപ്പ് ലൈൻ വന്ന വീടുകളിൽ മിക്കവാറും എല്ലാ വീടുകളും വെട്ടിക്കോല പഞ്ചായത്തിൽ ഏതാണ്ട് 80-85% ആയിക്കഴിഞ്ഞു വർക്ക്. ഇനി കുറച്ച് ഭാഗം കൂടി തുറന്നു കൊടുത്താൽ മതി, പണിയെല്ലാം തീർന്നു കിടക്കുകയാണ്. അത് സദാനന്തപുരം ഭാഗത്താണ് റോഡ് വെട്ടിപ്പൊളിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് പൊളിക്കാനുള്ള അനുവാദം കൊടുത്തു, ഇപ്പോൾ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടി കഴിഞ്ഞാൽ 100% എരണൂർ വരെ വെള്ളം എത്തിക്കഴിഞ്ഞു. എരണൂർ മലയുടെ പുറത്ത് വരെ വെള്ളം ഇവിടുന്ന് ഈ പഞ്ചായത്തിൻ്റെ അങ്ങേ അറ്റമാണ്. സാധാരണ ഒരു അവഗണനയുണ്ട്. വെട്ടിക്കോലക്കാർക്ക് ഒരു പരാതിയുണ്ട്, വെട്ടിക്കോല പുരോഗതി വന്നാലും ചക്കുവരയ്ക്ക് വരത്തില്ല. ചക്കുവരയ്ക്ക് വെള്ളം അങ്ങോട്ട് പോയി മേലിലെ പഞ്ചായത്തും കവർ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഏറ്റവും അറ്റത്തുള്ള എരണൂർ വാർഡ് ഉമ്മന്നൂർ പഞ്ചായത്തിനോട് ചേർക്കുന്ന എരണൂർ വരെ നമ്മൾ വെള്ളം എത്തിച്ചു. ആ വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. പൈപ്പിൽ വരുന്ന വെള്ളം മാത്രമേ കുടിക്കാനും പാചകം ചെയ്യാനും ഉപയോഗിക്കാവൂ. അതിലൂടെ രോഗങ്ങൾ കുറയ്ക്കാൻ കഴിയും. ഉദര സംബന്ധമായ രോഗങ്ങൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കണ്ടെത്തിയിരിക്കുന്നത് വാ മുതൽ മലദ്വാരം വരെയുള്ള ഭാഗത്തുള്ള ക്യാൻസറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കുന്നത്. ഡോക്ടർമാർ അങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വാ മുതൽ അന്നനാളത്തിലൂടെ കടന്ന ആമാശയം വഴി കുടലും മലദ്വാരവും വരെയുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിവാകണമെങ്കിൽ ശുദ്ധമായ വെള്ളം തന്നെ കുടിക്കണം. അതിനുള്ള എല്ലാ സൗകര്യവും നമ്മൾ വെട്ടിക്കോല പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ചില വീടുകളിൽ മാത്രം ചെല്ലുമ്പോൾ സൗജന്യമാണെങ്കിലും വാട്ടർ കണക്ഷൻ വേണ്ട എന്ന് പറയാം. അപ്പോൾ അവരോട് നമുക്കൊന്നും പറയാനില്ല. ഞങ്ങൾ മരിക്കാൻ തീരുമാനിച്ചു എങ്കിൽ ഞങ്ങൾ മരിക്കട്ടെ എന്ന് വിചാരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മെമ്പർമാർ ഇതൊന്ന് നിർബന്ധിക്കുകയാണ്. വെള്ളം ഫ്രീ ആയിട്ടാണ് തരുന്നത്, വെള്ളത്തിന് പൈസ കൊടുത്താൽ മതി, ഇല്ല എനിക്ക് കണക്ഷൻ വേണ്ട എന്ന് പറയുന്ന 4-5 പേരെ ഞങ്ങൾ അസീസിനറിയാം. നമ്മൾ മീറ്റിംഗ് കൂടിയപ്പോൾ മെമ്പർമാർ പരാതി പറഞ്ഞു, 4-5 ആളുകൾ പല ഭാഗത്തായിട്ട് എനിക്ക് വെള്ളം തരരുത് എന്ന് നിർബന്ധം പിടിക്കുന്നത്. അവരെ നമുക്ക് നന്നാക്കാൻ ഒക്കില്ല. ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, ഒരു പൈസയുടെ ചിലവില്ല. പിന്നീടാണെങ്കിൽ ഈ പശ്ചാത്തലിക്കേണ്ട ഒരു പൈസ ചിലവാകും, 10-15,000 രൂപ ചിലവാകും. ഇനി ഒരു കണക്ഷൻ എടുക്കണം. ഇപ്പോൾ ഫ്രീയാ. നിങ്ങളുടെ കയ്യിരിക്കുന്ന ആധാർ കാർഡോ റേഷൻ കാർഡോ കാണിച്ചാൽ വെള്ളം കണക്ഷൻ ഫ്രീ ആയിട്ട് തരും. അത് വാങ്ങിയെടുത്ത് ആ വെള്ളം ഉപയോഗിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരത്തിലുള്ള ക്ലിനിക്ക് ഇവിടെ തുടങ്ങിയതിന് ദിലീപിനോടും ദിലീപിൻ്റെ ഭാര്യ ശ്രീമതി പ്രസന്നകുമാരിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ക്ലിനിക്ക് നമുക്കൊരു ഉപകാരപ്രദമായ ഒരു ക്ലിനിക്കാവട്ടെ, ഇതൊരു വിജയമാകട്ടെ. ഇവിടെ ഈ ആശുപത്രി ഇവിടെ നല്ല നിലയിൽ നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം ഒരു പനി വന്നാൽ പോലും രാത്രിയിൽ നമുക്ക് ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുന്ന ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കണം. അതിന് നാട്ടുകാരുടെ സഹകരണം ആവശ്യമുണ്ട്. നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്കാണെങ്കിലും ഇവിടെ വന്ന് ചികിത്സ എടുക്കണം. പ്രധാനപ്പെട്ട രോഗങ്ങൾക്കെല്ലാം ദൂരെ കൊണ്ടുപോകാം. പക്ഷേ അത്യാവശ്യം അടിയന്തരമായി കുഞ്ഞിനൊരു പനി വന്നാലോ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്കെന്തെങ്കിലും പനിയോ കാര്യങ്ങളൊക്കെ വന്നാൽ ഇവിടെ ഒന്ന് ഉപയോഗിക്കാം. അത്യാവശ്യം ഷുഗറൊക്കെ നോക്കി എല്ലാവരും അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഡയബറ്റിക് എന്ന് പറയുന്ന രോഗം അടിക്കടി പരിശോധിച്ചിരിക്കേണ്ട രോഗമാണ്. അതെല്ലാം പരിശോധിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബുണ്ട്. ഈ സ്ഥാപനം ഉപാസന ക്ലിനിക്ക് ഒരു ക്ലിനിക്കിൻ്റെ രംഗത്തേക്ക് ആദ്യമായിട്ട് ദിലീപ് കടന്നു വരികയാണ്. ഒരു വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പിന്നെ എല്ലാ ലാബുണ്ട് 24 hours VDCയുടെ. രാവിലെ ആയിരിക്കും, ഉച്ചവരെ ആയിരിക്കും. കിടക്കുന്നവരെണ്ണം കുറവായിരിക്കും.